അടുത്ത ദിവസം അങ്ങനെ കടന്നുപോയി. ഇതാ രണ്ടാമത്തെ ദിവസം തൊട്ട് എല്ലാം പതിവ് പോലെ ആയിട്ടുണ്ട്. ഇന്ന് തൊട്ട് അതിക്കുട്ടന് ലഞ്ച് ബോക്സ് കൊണ്ടുപോകണം. ഇപ്പത്തെ വലിയൊരു ആശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മുന്നെല്ലാം അതിക്കുട്ടൻ സ്കൂളിന്റെ അടുത്ത് തന്നെ ഒരു ട്യൂഷൻ സെന്ററിലാണ് പോയിക്കൊണ്ടുണ്ടായിന്. അപ്പൊ രാവിലെ ട്യൂഷന് പോകുമ്പോ ചോറും കറിയും എല്ലാം റെഡി ആവണം. ഇത്തവണ വീടിന്റെ അടുത്ത് തന്നെ സ്റ്റഡി സെന്ററിലാണ് ട്യൂഷന് പോകുന്നത്. അപ്പൊ രാവിലെ ക്ലാസ് കഴിഞ്ഞ് വന്ന് ഒരു 8:45 ആവും സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട്. ആ നേരം ആകുമ്പോഴത്തേനും ചോറും കറിയെല്ലാം റെഡി ആയാൽ മതി. ഇനിയിപ്പം ചോറും കറിന്റെ പരിപാടിയെല്ലാം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ചായന്റെ പരിപാടിയെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ദോശയും സാമ്പാറും പിന്നെ ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായിട്ടുണ്ടായിനി. ഈ സമയമാകുമ്പോഴത്തേനും അതിക്കൂടം ക്ലാസ്സിനും അനിയേട്ട പണിക്കും പോയിട്ടുണ്ട്. അതിക്കൂടം ക്ലാസ് കഴിഞ്ഞിട്ട് 8 മണിയാകുമ്പോഴത്തേനും തിരിച്ചെത്തും. ആ സമയമാകുമ്പോഴത്തേനും വേഗം ലഞ്ച് ബോക്സ് എല്ലാം സെറ്റ് ആക്കണം. ഇന്ന് അതിക്കൂടന് ഏറ്റവും ഇഷ്ടമില്ലേ ബീട്രൂട്ട് വറവും കൂടി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇന്നൊരു വെറൈറ്റി മീനും കൂടി കിട്ടിയിട്ടുണ്ട്. ഇന്നലെ അനിയേട്ടൻ പണി കഴിഞ്ഞിട്ട് വരുമ്പോൾ കൊണ്ടുവന്നെയാണ്. നമ്മളെ ലോകൂട്ടൻ ഇതാ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരാഴ്ച കളർ ഡ്രസ്സ് ഇട്ടാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ആ മീൻ. കാണുമ്പോൾ പക്ക കൊയലേനെ പോലെ തന്നെ ഉണ്ട്. പക്ഷെ കുറച്ച് ചുവന്ന കളറാണ്. മാത്രമല്ല ഇനി ചൂളിയും കാര്യങ്ങളൊന്നും ഇല്ല. അതിന് 2 എടുത്തിട്ട് ഞാൻ ഇതാ പൊരിക്കാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ തന്നെ നമ്മൾ അതിക്കൂട്ടൻ ഇതാ ക്ലാസ് കഴിഞ്ഞിട്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ പഴയ ലഞ്ച് ബോക്സിനാ പുതിയ തട്ടകത്തിലേക്ക് ഇറക്കിയിട്ടുണ്ട്. ചൂട് ചോറ് നമുക്ക് ആദ്യം തന്നെ ഇട്ട് കൊടുക്കാം. ഈ ലഞ്ച് ബോക്സിന് വറവെല്ലാം വെക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒരു കുഞ്ഞ് അടപ്പം കൂടി ഉണ്ട്. അതിലേക്ക് ഇതാ ബീട്രൂട്ട് വറവ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ 2-3 പീസ് മീൻ പൊരിച്ചതും പിന്നെ ഈ കുഞ്ഞ് കറിപ്പാത്രത്തിലേക്ക് സാമ്പാറും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആകെ കഷ്ണമൊന്നും ഇഷ്ടമല്ല. അങ്ങനെ ഈ വർഷത്തെ അതിക്കൂട്ടന്റെ ആദ്യത്തെ ലഞ്ച് ബോക്സ് റെഡി.